ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആധാർ കാർഡ് ATM കാർഡ് രൂപത്തിലുള്ള പ്ലാസ്റ്റിക് കാർഡായിട്ട് മാറ്റാൻ സാധിക്കും. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അക്ഷയ കേന്ദ്രത്തിലോ ഓൺലൈൻ സേവന കേന്ദ്രത്തിലോ ഒന്നും പോകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തവർക്ക് എങ്ങനെയാണ് PVC കാർഡിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തവർക്ക് എങ്ങനെ PVC കാർഡിന് അപേക്ഷ കൊടുക്കാമെന്നുള്ള വീഡിയോ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യാമെന്ന് നോക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ മൈ ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ myAadar.uidii.gov.in എന്നൊരു വെബ്സൈറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ആധാറിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തവർക്ക് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് PVC കാർഡിന് അപേക്ഷ കൊടുക്കാം. അല്ലാത്തവരാണെങ്കിൽ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ട് രജിസ്റ്റർ വിത്ത് ആധാർ മൊബൈൽ നമ്പർ എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആധാർ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആധാറിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തവർ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ആധാർ നമ്പർ എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ ക്യാപ്ച എന്നുള്ള ഭാഗത്ത് വലതുവശത്ത് കാണുന്ന ക്യാപ്ച കോഡ് അതിൽ കാണുന്നത് എന്താണോ അത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ വിത്ത് OTP എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വന്ന വൺ ടൈം പാസ്വേഡ് എൻ്റർ OTP എന്നുള്ള ആ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെയുള്ള ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആധാർ PVC കാർഡിന് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഓർഡർ ആധാർ PVC കാർഡ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ കൊടുത്ത ആധാറിൽ ഉൾപ്പെട്ട വ്യക്തിയുടെ ഡീറ്റെയിൽസുകളാണ് ഇവിടെ കാണുന്നത്. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിലാണോ ഫീമെയിലാണോ, അതുപോലെ അഡ്രസ്സ് എല്ലാം കാണാൻ സാധിക്കും. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് തുറന്നു വരും. ഇതിൽ പറയുന്നത് നമ്മളുടെ ആധാർ കാർഡ് ഓർഡർ ചെയ്യാനായി 50 രൂപ GST അടക്കം ഫീസായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആധാർ കാർഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റൽ വഴി അവർ അയച്ചു തരുന്നതാണ്. അതിനുശേഷം താഴെയുള്ള ഒരു ചെക്ക് ബോക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട പേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ UPI ID, അതുപോലെ നെറ്റ് ബാങ്കിങ് എന്നിവയിലൂടെയെല്ലാം പേയ്മെൻറ്റ് ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് UPI ID-യിലൂടെയാണ്. അതിന് വേണ്ടിയിട്ട് താഴെയുള്ള UPI എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങൾക്ക് ഏത് UPI ID-യിലൂടെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ 4 അക്ക പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഈ അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ SRN നമ്പർ എന്നൊരു നമ്പർ കാണാം. അത് കോപ്പി ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ആധാർ PVC കാർഡിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ ഈ ഒരു നമ്പർ ആവശ്യമായിട്ട് വരും. അതിനുശേഷം അക്നോളജ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ അക്നോളജ്മെൻറ്റ്. നമ്മുടെ ആധാർ PVC കാർഡിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ചെക്ക് ആധാർ PVC കാർഡ് ഓർഡർ സ്റ്റാറ്റസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ SRN അതായത് SRN നമ്പർ ടൈപ്പ് ചെയ്യുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് അതിലെന്താണോ കാണുന്നത് അത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആധാർ ഓർഡർ ചെയ്തതിൻ്റെ പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പ്രിൻറ്റിംഗ് പ്രോസസ്സിലാണ് നമ്മുടെ ആധാർ PVC കാർഡ് ഉള്ളത്. അപേക്ഷ കൊടുത്ത് ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ PVC കാർഡ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.
പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.